അടുത്തൊരു മെറ്റീരിയൽ നമുക്ക് അലൂമിനിയം ചെയ്യാം, സ്റ്റീൽ ചെയ്യാം, UPVC ചെയ്യാം. നോർമലി ഇത്രയും മെറ്റീരിയൽസാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അലൂമിനിയം ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ നമ്മൾ യൂസ് ചെയ്യുന്ന അലൂമിനിയത്തിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ഉള്ളിലുള്ള റബ്ബർ ബീഡിങ്സിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ സൈസസ്, പിന്നെ അത് എങ്ങനെ അപ്ലൈ ചെയ്യുന്നു, അതിൻ്റെ കളർ തന്നെ നമുക്ക് ഭയങ്കര സൺലൈറ്റ് അടിക്കുന്ന സ്ഥലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പർലി പൗഡർ കോട്ടിങ് ചെയ്തിട്ടുള്ളതല്ലാന്നുണ്ടെങ്കിൽ കളർ ഫെയ്ഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. വൈറ്റ് ഒക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്കളറേഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട്. അത് ഡിപ്പെൻസ്. മജോറിറ്റി ടൈമിലും മജോറിറ്റി സ്ഥലത്തും ഉണ്ടാവാറില്ല. പക്ഷേ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും അത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ചിലപ്പോൾ അതിന് ചെറിയൊരു ഡിസ്കളറേഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് അതിനകത്തുണ്ട്. പക്ഷേ വൺസ് അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ മെയിൻ്റനൻസിൻ്റെ പ്രശ്നങ്ങളൊന്നും വരാത്തൊരു മെറ്റീരിയലാണ് അലൂമിനിയം. അതുപോലെ തന്നെ UPVC കമ്പാരിറ്റീവ്ലി എക്സ്പെൻസീവ് ആണ്. UPVCയുടെ വൈറ്റ് ഷെയ്ഡിൽ നിന്നുള്ളത് അല്ലാതെ വേറെ ഷെയ്ഡ്സിലേക്ക് വരുന്ന സമയത്ത് എക്സ്പെൻസ് വീണ്ടും ഭയങ്കരമായിട്ട് കൂടുതൽ വരും. പക്ഷേ അത് ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. അലൂമിനിയം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സൈറ്റിൽ വെച്ചിട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഫാബ്രിക്കേറ്റ് ചെയ്യാവുന്നതാണ്, ഫാബ്രിക്കേറ്റ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. പിന്നീട് എന്തെങ്കിലും സെക്ഷൻ ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് മാറ്റാവുന്നതാണ്. അങ്ങനത്തെ ഫ്ലെക്സിബിലിറ്റി കൂടുതൽ അലൂമിനിയത്തിനുണ്ട്. അപ്പോൾ ഏതൊരു മെറ്റീരിയൽ യൂസ് ചെയ്താലും നമ്മൾ ഏതൊരു സ്പേസിലാണോ യൂസ് ചെയ്യുന്നത് ആ സ്പേസിനനുസരിച്ച് ആ സ്പേസിൻ്റെ ആവശ്യം എന്താണോ അതും കൂടി ആ ഒരു എസ്തെറ്റിക്സും കൂടി മെർജ് ചെയ്ത് പോകുന്ന ലെവലിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി അഭികാമ്യം.